ഹലോ. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 കൊല്ലത്തോളമായിട്ടുണ്ട്, 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ നമ്മളിനി മുതൽ റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. ഡു വാട്ട് നെവർ ട്രൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആകെ 2-3 വീഡിയോയിൽ വന്നിട്ടുള്ളൂ. പക്ഷേ ഇനി മുതൽ നമ്മൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയുള്ള വീഡിയോസിന് കാണാം. വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എല്ലാവരും. നമുക്ക് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. നമുക്ക് ഇവിടെ അടുത്തൊരു കടലുണ്ട്, ആ കടലിലേക്ക് ഒന്ന് പോയിട്ട് കാണാം. ബാക്കി വിശേഷങ്ങൾ എടുത്തിട്ട് പറയാം കേട്ടോ. കയറി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഒന്ന് നോക്കട്ടോ. എൻ്റെ പണി വെക്കാം അടിച്ച് കിട്ടുമോ? ഒന്ന് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു 2-3 കാര്യം വിചാരിച്ചായിരുന്നു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷനാണ്. നമ്മുടെ ലൈഫ് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യുക. ആ ഒരു കാലഘട്ടമൊക്കെ നമുക്ക് കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കണമെങ്കിൽ ആ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതിയല്ലോ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ വളരെ ഒരു തോൽവിയാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും കൂടി വിചാരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതൊന്നും നടന്നില്ല, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വ്യാഴാഴ്ചകളിൽ നമുക്ക് ഒരു വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് ഞാൻ ഇടുന്നുള്ളൊരു എന്തായാലും പോസ്റ്റ് ചെയ്യുന്ന നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അത് അതേപോലെ നടക്കട്ടെ. പിന്നെ നമ്മൾ വിചാരിച്ച ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ, ഇനി ജിമ്മിൽ പോകാനുണ്ടല്ലോ. ആദ്യത്തെ 1 മാസം പോയി, അത് കഴിഞ്ഞിട്ട് എനിക്ക് വയ്യാണ്ടായി. പിന്നെ പോക്കും കൊണ്ട് നിർത്തി. പിന്നെ അജു ഉണ്ടായിരുന്നു ഒപ്പം പോകാനായിട്ട്, അനിയൻ. അപ്പോൾ അവൻ്റെ കാലിന് കുറച്ച് സീനായപ്പോൾ ജിമ്മിൽ പോക്ക് നിർത്തി. അപ്പോൾ കൂടെ ഒരാളില്ലാണ്ടൊരു മടുപ്പ് പോലെ. അപ്പോൾ അതെന്തെങ്കിലും നോക്കാം, നമുക്ക് ജിമ്മിൽ പോകണം, വീണ്ടും തുടങ്ങാൻ നോക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ 200 സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 200 കൂടുതലായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവർക്കെല്ലാവർക്കും നന്ദി, സപ്പോർട്ട് ചെയ്യുക. നീഷ് എന്താണെന്നൊക്കെ ഇവോൾവ് ആയി വരുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തെ വീഡിയോയിൽ ഇതെന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് നേരം പ്രകൃതി രമണി ആസ്വദിക്കാം. ചേട്ടൻ്റെ പേര്? ഞാൻ ബീപ്പിടാം, കുഴപ്പമില്ല. ചേട്ടൻ്റെയോ? പേരെന്താ? കണ്ണല്ലേ. എന്താണ്? ആ, ഏതാ? വാസ്കോ. അതെന്താ അങ്ങനെ ഒരു പേര്? സതീഷ് ചേട്ടൻ ഭയങ്കര ഹൈറ്റിലാട്ടോ. ബിബീഷ്. നിങ്ങളുടെ ക്ലബിന്റെ പേരാണോ വാസ്കോ എന്നുള്ള? ആണല്ലേ. ചെമ്മീൻ കിട്ടിയുണ്ട്, ചെമ്മീൻ. ഇത്ര ഉള്ളോട്ടാ. വീശിക്കോ. ആ, കറക്റ്റ്. ഓണാകുമ്പോ പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഓണത്തിന് പരിപാടി ഉണ്ടാവാറുണ്ട് ഞങ്ങൾ ക്ലബിന്റെ. ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലബ്ബാണ് വീണ്ടും എന്തോ കിട്ടിണ്ടെന്ന് പറയണ്ടാ. ഓക്കെ ഓക്കെ. ചെമ്മീനായിരിക്കില്ലേ?
കാരല്ലേ ചെറിയൊരു ചെമ്മീനുണ്ട് കേട്ടോ. കാരല്ലേ കാര. ഇതെല്ലാം കിട്ടിയത് വലിയ സാധനം കിട്ടിയത്. ഒരു മുള്ളനായാലും ഇത് കുട്ടിയല്ലേ അത്. പോട്ടെ അപ്പേ കാണാം. ബൈ കാണാട്ടാ. ആ ടാറ്റാ. കാണുന്നുണ്ട് കൊടുക്കത്തേ ഇല്ല. ഇവിടെ കുറെ വഞ്ചികളൊക്കെ ഉണ്ട് കേട്ടോ. അവര് രാവിലെ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു 1 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂന്തള് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. നിങ്ങൾ സ്റ്റേ ട്യൂണ്, എന്തായാലും സ്റ്റേ ട്യൂണ്. എന്തായാലും നമ്മൾ വീഡിയോ ഇറക്കിയിരിക്കും. എൻ്റെ ദൃഢനിശ്ചയമാണ്. എന്തെങ്കിലും ഒരു സാധനം ഇട്ടിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വൃത്തിയുടെ സംഭവമല്ല, എന്തെങ്കിലും സംഭവം. നമ്മൾ ഈ ഇടയ്ക്ക് ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ദിവസമാണ്. എന്നാലും പഠിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും പഠിച്ചിട്ട് കുറച്ച് നേരം അതിലിരുന്നിട്ട് അങ്ങനെ ഒരു ഇൻകം ഉണ്ടാക്കാമല്ലോ. പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ മോശമാണ്. നമുക്ക് പൈസ ഉണ്ടാക്കാൻ കുറേ മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഓൺലൈൻ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ട്രേഡിങ് അതിലൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നണേ. പഠിച്ചിട്ട് ചെയ്യാൻ വെച്ചാൽ നന്നായിട്ട് റിട്ടേൺ കിട്ടുന്ന ഒരു സംഭവമാണ്. അതിൽ 90% പേരും ലോസാണ് ഉണ്ടാക്കണതെന്നാണ് പറയുന്നത്. പക്ഷേ പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ കിട്ടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുറേ സംഭവം ഞാൻ കണ്ടിരുന്നു. കുറേ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കാണുന്നു. Web3 ഗെയിമിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ അതിനെക്കുറിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളെന്തായാലും വീഡിയോ കാണുന്നവരെന്തായാലും ട്രേഡിങ് ഒരു സാധനം നോക്കാം കേട്ടോ. ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് നമുക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് നോക്കി നോക്കാം. എന്നിട്ട് നമുക്ക് പഠിച്ച് ഓരോ സംഭവങ്ങളൊക്കെ പഠിക്കാം. ഇങ്ങനെ മാർക്കറ്റിനെ പറ്റിയിട്ട് പഠിച്ചിട്ടൊക്കെ നല്ല രീതിക്ക് എമൗണ്ട് ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിട്ടേൺ കിട്ടും. ഉറപ്പല്ല അത്, ഉറപ്പന്നെന്ന് വിശ്വസിക്കും നിങ്ങൾ. എന്നല്ലയാ കടൽ നല്ല രസമുണ്ട് കാണാൻ. ഈ ഇരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ അച്ഛന് വേണ്ടിയിട്ട് പുതിയതായിട്ട് എടുത്ത വണ്ടി. TVSൻ്റെ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അപ്പോൾ വീട്ടിൽ എത്തിയിട്ട് കാണാം. വീട്ടിൽ അജുവിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി നിർത്തിയാണ്. അതാ കാണില്ലേ, ആ ഒരു മുകളിലൊരു റൂറൽ ബാങ്ക് എന്നൊക്കെ എഴുതിയിട്ടുള്ള കാണുന്നുണ്ടോ? അതിൻ്റെ അവിടെ ആയിട്ടോ നമ്മുടെ ജിമ്മ് പോയിട്ട് ഇപ്പോൾ ഒരു 2 മാസമായിട്ടുണ്ടാവും. അത് 3 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട്. നമുക്ക് തിരിച്ചു വരാട്ടോ എന്തായാലും. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. കാണിച്ചോട്രാ വ്ളോഗിനോട് ഹായ് പറ. വ്ളോഗിനോട് ഹായ് പറയാൻ. എവിടെ പോയിരുന്നു? ഇവിടക്ക് ബീച്ചിലെന്ത് എന്ത് വീഡിയോ? ആരിത് പച്ചക്കള്ള പുതിയ ഇതുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ടാ എല്ലാ വ്യാഴാഴ്ച വീഡിയോ ഇടുന്ന പറഞ്ഞ നിന്റെ അഭിപ്രായം എന്താ ഇതിനെ കുറിച്ച്? സൂപ്പർ മോണിറ്റൈസേഷൻ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.